നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ജനുവരി മാസം 3-ാം തീയതി 1200-ാം ആണ്ട് ധനുമാസം 19-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് നല്ല ദിവസമാണ് വെള്ളിയാഴ്ച. വെള്ളി എന്ന് പറയുമ്പോൾ ശുക്രവാരം, ശുക്രൻ്റെ ദിവസമാണ്. രണ്ട് ഗുരുക്കന്മാരുണ്ട്, ദേവഗുരുവും അസുരഗുരുവും. അപ്പോൾ ശുക്രാചാര്യരുടെ ദിവസമാണ് ഇന്ന്. ശരിക്ക് വ്യാഴൻ്റെ 3/4 ഭാഗം ബലമേ ശുക്രാചാര്യർക്കുള്ളൂ എങ്കിലും ശുക്രനൊരു പ്രത്യേകതയുള്ളത്, പെട്ടെന്ന് ഫലത്തെ കൊടുക്കുന്നവനാണ് ശുക്രൻ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയും അവനിപ്പോൾ ശുക്രദശ എന്ന് പറയുമ്പോൾ അവൻ അതിവേഗത്തിൽ ഉയർച്ചയിലേക്ക് പോകണം കണ്ടിട്ട് അസൂയാലുക്കൾ പറയുന്ന വാക്കും കൂടിയാണ്. അപ്പോൾ ഇന്ന് ശുക്രൻ്റെ ദിവസമാണ്. പോയിട്ട് ഇന്ന് അവിട്ട നക്ഷത്രമാണ്, നല്ല നക്ഷത്രമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് വളരെ സന്തോഷപ്രദമായ ദിവസമാണ്. ശുഭകാര്യങ്ങൾക്കെല്ലാം കൊള്ളാം. ശുഭപ്രദമായ ദിവസമാണ്. നമുക്ക് ഒരാളുകളുമായിട്ട് മീറ്റ് ചെയ്യാനായാലും ശരി, മറ്റ് നമുക്കിന്ന് സുഹൃത്തുക്കളുമായിട്ട് പുതിയ എന്തെങ്കിലും സംരംഭം തുടങ്ങാനായിട്ടായാലും ശരി, എല്ലാത്തിനും കൊള്ളാവുന്ന ഒരു ദിവസമാണ്. അതുപോലെ അവിട്ട നക്ഷത്രം, ധനുമാസത്തിലെ അവിട്ട നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക. വളരെ ഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ്. വളരെ സന്തോഷപ്രദമായ ഒരു വർഷമാണ് നിങ്ങളുടേത്. വളരെ ഗുണഫലത്തെ കൊടുക്കുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക്. അപ്പോൾ ഭാഗ്യദായകമായ ഒരു വർഷത്തെയാണ് നമുക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുന്നത്. ഇപ്പോൾ ശുക്രനെന്ന് പറയുമ്പോൾ ശരിക്കും വീട് വെക്കാനാവട്ടെ, കല്യാണം നടക്കാത്തവർക്ക് മംഗല്യം നടക്കാനാവട്ടെ, അപ്പോൾ വിവാഹ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളായി നിൽക്കുന്നവർക്ക് അത് പരിഹരിക്കപ്പെടാനാവട്ടെ, എല്ലാത്തിനും കൊള്ളാവുന്നുള്ള ഒരു വർഷമാണ്. അപ്പോൾ ശുക്രനെ നമുക്ക് പ്രീതിപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുക്രൻ്റെ പവർ കൂടുതലായിട്ട് കിട്ടാനും പെട്ടെന്ന് കിട്ടാനുമായിട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിൽ പോവുകയും ദേവിക്ക് കുങ്കുമാർച്ചനയോ രക്തപുഷ്പാഞ്ജലിയോ ഒക്കെ നടത്തി പോവുകയും ചെയ്യുമ്പോൾ ശുക്രൻ്റെ പവർ നമുക്ക് കിട്ടുകയും ഈ ഒരു വർഷത്തെ ഫലത്തെ ഭംഗിയാക്കാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമെന്ന് ഞാൻ പറഞ്ഞു. ഓരോ കാര്യത്തിന് പോകുമ്പോൾ തടസ്സമൊന്നും വരാതിരിക്കാൻ വേണ്ടി രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാവുകാല സമയം വരുന്നത് ശരിക്ക് ഇന്ന് രാവുകാല സമയം വരുന്നത് 11:03 തൊട്ട് 12:29 വരെ എന്നാണ്. 10 തൊട്ട് 12 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 11:03 തൊട്ട് തുടങ്ങുകയുള്ളൂ. അത് 12:29 വരെ രാവുകാല സമയം. അതുപോലെ ഒരു കാര്യത്തിനും കൊള്ളാത്ത 2 സമയങ്ങളാണ് അഭിജിത്ത് മുഹൂർത്തമല്ല, ഏറ്റവും കൊള്ളാത്ത 2 സമയങ്ങളുണ്ട്. അതായത് ശരിക്ക് ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും. ഗുളികകാല സമയം ഇന്ന് വരുന്നത് 8:12 തൊട്ട് 9:37 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 3:21 തൊട്ട് 4:46 വരെയും. ഇന്ന് ഒരു ദിവസം ഏറ്റവും കൊള്ളാവുന്നുള്ള ഒരു മുഹൂർത്ത രാശിയാണ് അഭിജിത്ത് മുഹൂർത്തം. ഇന്നും അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:05 തൊട്ട് 12:53 വരെയാണ്. നമുക്ക് ഇന്നല്ലാതെ തന്നെ മുഹൂർത്തമുള്ള ദിവസമാണ് എങ്കിലും അതിൽ ഏറ്റവും വിശിഷ്ടമായ ദിവസമാണ് ഇന്ന്. അതുപോലെ ഇന്ന് വെള്ളിയാഴ്ച ഓരോ കാര്യത്തിന് പോകുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. ശരിക്ക് റെഡ് മിക്സായിട്ടുള്ള വസ്ത്രവും കൂടി വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. ഇപ്പോൾ ചുവപ്പ് കലർന്ന കളറോ കൂടി ഉൾപ്പെടുത്തുന്നത് ഭാഗ്യത്തെ കൊണ്ടുവരാൻ സഹായിക്കും. പ്രപഞ്ചത്തിൽ നിന്ന് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആകർഷണം ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.